ലാസറിൻ്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം യേശു പറയുന്നുണ്ട്, അവൻ്റെ കല്ലറയിൽ കിടക്കുന്ന കല്ലുകൾ എടുത്ത് മാറ്റുവിന്. എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ കിടക്കുന്ന കല്ലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ കല്ലുകളാകാം, ബന്ധനങ്ങളുടെ കല്ലുകളാകാം. ആ കല്ലുകൾ എടുത്തു മാറ്റാനാണ് കർത്താവും പറയുന്നത്. ആ കല്ലുകൾ എടുത്തു മാറ്റാതെ കർത്താവിൻ്റെ അരികിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കുകയില്ല. എന്നെ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കല്ലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിവസമാണ്. അപ്പോഴാണ് നമുക്കൊരു ഉത്ഥാനം ഉണ്ടാകുക. കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റാം. ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നോമ്പിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ തീഷ്ണതയുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ കുമ്പസാരക്കൂടിലേക്ക് അണയേണ്ട ദിവസങ്ങളാണ്. ഏതൊക്കെ കല്ലുകളാണ് ഞാൻ ഏറ്റുപറയേണ്ടത്? ആ കല്ലുകളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട ദിവസം. ആരോടൊക്കെയാണോ ഞാൻ ക്ഷമിക്കേണ്ടത്? ആരുടെ അടുത്തൊക്കെ എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പുകൾ എടുത്തു മാറ്റേണ്ടത്? ഏതൊക്കെ പ്രാർത്ഥന നിയോഗങ്ങളാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ദൈവജനം ഇതുവരെ വായിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ? അങ്ങനെ നിരവധി കല്ലുകൾ, ഞാൻ ബന്ധനങ്ങളിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കല്ലുകളൊക്കെ ഒന്ന് മാറ്റി ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക്, ആ സ്നേഹത്തിൻ്റെ ചൂടിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മൾ വിളിക്കുക, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.